നമസ്കാരം. തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിന് ആത്മവിശ്വാസവും കരുത്തും വർദ്ധിപ്പിച്ചുകൊണ്ട് BRSന്റെ ജനകീയരായ നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി BRSന്റെ തെലങ്കാനയിലെ MPമാരും MLAമാരും MLCമാരും മറ്റ് ജില്ലാ പരിഷത്തുമാരുൾപ്പെടെ നിരവധി നേതാക്കളാണ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BRSൽ നിന്നും 15ഓളം MLAമാർ കോൺഗ്രസിൽ ചേരുമെന്ന് തെലങ്കാന PCC അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി പറഞ്ഞു. BRSന്റെ സംസ്ഥാനത്തെ ജനകീയരായ നേതാക്കൾ പാർട്ടി വിടുന്നതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തോൽവിയാണ് BRS കാത്തിരിക്കുന്നത്. BRSന്റെ അഴിമതി ഭരണത്തെ താഴെയിറക്കിക്കൊണ്ട് തെലങ്കാനയിൽ അധികാരത്തിലേറിയ രേവന്ത് റെഡ്ഡിയും സർക്കാർ നടപ്പിലാക്കുന്ന ജനകീയ പദ്ധതികൾ ആകൃഷ്ടരായ ജനങ്ങൾ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഓരോ ദിവസവും കോൺഗ്രസ് സർക്കാരിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെക്കാൾ മികച്ച പ്രകടനം കോൺഗ്രസിന് കാഴ്ചവെക്കാനാകുമെന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും തെലങ്കാനയിലെ സംസ്ഥാന നേതൃത്വവും കരുതുന്നു. സംസ്ഥാനത്തെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ 15 കോൺഗ്രസ് വിജയിക്കുമെന്ന് തെലങ്കാന PCC അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി പറഞ്ഞു. തെലങ്കാനയിലെ മുഴുവൻ സീറ്റുകളും പിടിക്കാനുള്ള മുഴുവൻ തന്ത്രങ്ങളും തങ്ങളുടെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത്. അതിനാൽ തന്നെ ശക്തമായ പോരാട്ടത്തിനാണ് തെലങ്കാനയിൽ കോൺഗ്രസ് ഒരുങ്ങുന്നത്. BRSന്റെ നിരവധി നേതാക്കൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ എത്തുകയും അതിലൂടെ കോൺഗ്രസിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശക്തി പകരുന്നതിനായി നിരവധി നേതാക്കൾ എത്തുന്നതിലൂടെ കോൺഗ്രസ് തെലങ്കാനയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രേവന്ത് റെഡ്ഡി എന്ന ജനകീയനായ മുഖ്യമന്ത്രിക്ക് കീഴിൽ കോൺഗ്രസും തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരും ഇതിനോടകം തന്നെ ബഹുദൂരം മുന്നിട്ടിരിക്കുകയാണ്.